ആയുർവേദത്തിലെ ഒരു പ്രധാന കോട്ടാണ് രോഗസ്തു ദോഷവൈഷമ്യം ദോഷസാമ്യം അരോഗത. രോഗങ്ങളുടെ പ്രധാന കാരണം ദോഷവൈഷമ്യം, ദോഷങ്ങളുടെ അസന്തുലിതമായിട്ടുള്ള അവസ്ഥയും, അരോഗത അഥവാ ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷന് കാരണം സന്തുലിതമായിട്ടുള്ള ദോഷങ്ങളും ആണ്. വാദം, പിത്തം, കഫം എന്നിവയാണ് ആയുർവേദത്തിൽ പറയപ്പെടുന്ന ദോഷങ്ങൾ. ഇതിൽ വാദദോഷം കൂടുതലായിട്ടും മൂവ്മെന്റ്സ് അഥവാ ചലനങ്ങളെയാണ് സഹായിക്കുന്നത്. ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജോയിൻസിൻ്റെ ചലനങ്ങൾ മാത്രമല്ല, കൂടാതെ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ വായ തൊട്ട് മലശോധന വരെയുള്ള എല്ലാ കാര്യങ്ങളും ചലനത്തിലൂടെ, അതായത് വാദത്തിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. കൂടാതെ നെർവ്സ് തമ്മിൽ, അതായത് നമ്മുടെ നാഡീവ്യൂഹത്തിലുള്ള ചെറിയ ചലനങ്ങൾ, ചെറുതായിട്ടുള്ള മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് തുടങ്ങി നമ്മുടെ രക്തത്തിൻ്റെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം തന്നെ വാദത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വാതദോഷത്തിനുണ്ടാകുന്ന സന്തുലിതമായിട്ടുള്ള അവസ്ഥ ബുദ്ധിമുട്ടിന് കാരണമാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വാതരോഗങ്ങളിൽ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ യോഗത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ആയുർ തോട്ട്സിൽ പറയുന്നത്. എല്ലാവർക്കും ആയുർ തോട്ട്സിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗന്ധർവഹസ്താദി കഷായം എന്ന ഒരു കഷായത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഗന്ധർവഹസ്ത ചിരുവില്വ ഹുദാശ വിശ്വ പഥ്യ പുനർനവ യവാശക ഭൂമിതാലേഹി ക്വാദഹ സസൈന്ധവ ഗുളം പവനസ്യ ശാന്തേ വന്നേർബലായ മലശോധനായ. ഇതാണ് ഗന്ധർവഹസ്താദി കഷായത്തിന്റെ സഹസ്രയോഗത്തിൽ പറഞ്ഞിട്ടുള്ള യോഗം. ഗന്ധർവഹസ്ത എന്ന് തുടങ്ങിയിട്ടുള്ള ഈ കഷായം 8 കൂട്ടം മരുന്നുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഗന്ധർവഹസ്തം. ഗന്ധർവഹസ്തം എന്നാൽ വെളുത്ത ആവണക്കിന്റെ വേരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചിരുവില്വ ആവിത്തൊലി, ഹുദാശ കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തിട്ടാണ് ഈ ഔഷധ യോഗത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു. അടുത്തത് വിഷം എന്ന് പറഞ്ഞാൽ ചുക്കാണ്. ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കഷായത്തിലും ചുക്കുണ്ട്. അടുത്തത് പഥ്യ കടുക്കത്തോട്, പുനർനവ തഴുതാമ വേര്, യവാശ കോടിത്തൂവ വേര്, ഭൂമിതാലം നിലപ്പന കിഴങ്ങ്. ഈ 8 കൂട്ടം മരുന്നുകളാണ് ഈ കഷായത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വിധിപ്രകാരം കഷായം ചെയ്തിട്ട് സൈന്ധവ ഗുളം, സൈന്ധവം അഥവാ ഇന്ദുപ്പ് അല്ലെങ്കിൽ ഗുളം അഥവാ ചക്കര, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അനുപാനമായിട്ട്, അതായത് ഈ കഷായത്തിന്റെ കൂടെ സേവിക്കുക എന്നതാണ് അനുപാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന വഴി, അങ്ങനെ നമ്മൾ ഈ കഷായം സേവിക്കുന്നത് വഴി പവനസ്യ ശാന്തി, പവനം എന്ന് പറയുന്നത് വാദമാണ്, വാദത്തിന്റെ ശാന്തി, വാദത്തിന്റെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നു. രുചയെ, രുചി എന്ന് പറഞ്ഞാൽ രുചി ഉണ്ടാക്കുന്നു, അതായത് അരുചി, അനോറക്സിയ എന്ന കണ്ടീഷനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. വന്നേർബലായ, അഗ്നി അഥവാ വന്നി ഡൈജസ്റ്റീവ് ഫയറിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു. മലശോധനായ, മലശോധനയെ എളുപ്പമാക്കുന്നു. ഇതെല്ലാമാണ് ഈ ഒരു ഗന്ധർവഹസ്താദി കഷായം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന ഫലങ്ങൾ. ഇതിൻ്റെ ഫലശ്രുതിയാണ് ഇത്. ഈ മെഡിസിന് ഒരിക്കലും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം, ഈ ഏതെങ്കിലും കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കടയിൽ പോയി വാങ്ങി കഴിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരു മെഡിസിനും, ഒരു ആയുർവേദ ഡോക്ടറും ഒരു മെഡിസിൻ മാത്രമായിട്ട് ഒരു പേഷ്യൻറ്റിന് കൊടുക്കില്ല. അതിൻ്റെ കൂടെ മറ്റ് പല മെഡിസിൻസും ചേരുമ്പോൾ മാത്രമേ രോഗത്തിന് ശമനം ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ഈ കഷായം അല്ലെങ്കിൽ ഒരു ചൂർണോ കഷായമോ ഗുളികയോ എന്തോ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ആ പേഷ്യൻറ്റിൻ്റെ, ആ രോഗിയുടെ രോഗലക്ഷണങ്ങൾ മാത്രം കണ്ടിട്ടല്ല, അതുകൂടാതെ ആ രോഗിയുടെ പ്രകൃതി, ദോഷവൈഷമ്യം, കൂടാതെ പല പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വന്തമായിട്ട് ഇങ്ങനെ മെഡിസിൻസ് വാങ്ങി കഴിക്കരുത്. ഈ ഒരു വീഡിയോ ഗന്ധർവസ്ഥാലി കഷായം എന്ന ഒരു മെഡിസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്തതാണ്. അതുകൊണ്ട് ആരും സ്വന്തമായിട്ട് ചികിത്സിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്